Welcome back to Literature with Gops. First question. Nora is the main character in Ibsen's play Ghosts, Peer Gynt, Pillars of Society, A Doll's House. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇബ്സന്റെ ഏത് പ്ലേയിലെ മെയിൻ ക്യാരക്ടറാണ് നോറ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എ ഡോൾസ് ഹൗസ്. എ ഡോൾസ് ഹൗസിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് നോറ. ഈ ഒരു പ്ലേയുടെ അവസാനം ഒരു ഫേമസ് ആയിട്ടുള്ള സീൻ ഉണ്ട്, ദ ഡോർ സ്ലാം. നോറ അവൾ താമസിക്കുന്ന ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ഡോറ് തുറന്ന് ആ വീട് വിട്ടു പോവുകയാണ് ലാസ്റ്റ് സീനിൽ ചെയ്യുന്നത്. നോറ അവളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫിലോട്ട് കടക്കുന്നു എന്നൊരു മെസ്സേജാണ് റീഡേഴ്സിന് ഈ ഒരു ഡോർ സ്ലാം എന്ന ഫേമസ് സീനിലൂടെ തരുന്നത്. ഏത് പ്ലേയുടെ അവസാനമാണ് ദ ഡോർ സ്ലാം എന്ന സീന് വരുന്നത് എന്ന ചോദ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ അതിൻ്റെ ആൻസർ ഇബ്സൻ്റെ എ ഡോൾസ് ഹൗസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേയുടെ ടൈറ്റിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കൺഫ്യൂസിങ് ആവുന്ന തരത്തിൽ ഓപ്ഷൻസ് തന്നിട്ട് ഇബ്സന്റെ പ്ലേയുടെ കറക്റ്റ് ടൈറ്റിൽ ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അങ്ങനെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവരുത്. കറക്റ്റ് ടൈറ്റിൽ ഏതാണ്? എ ഡോൾസ് ഹൗസ്. എ ആണ് വരുന്നത്, ദ അല്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്, ഡോൾ കഴിഞ്ഞിട്ടാണ് എപ്പോസ്ട്രോഫി വരുന്നത്, അല്ലാതെ യെസ് കഴിഞ്ഞിട്ടല്ല എപ്പോസ്ട്രോഫി വരുന്നത്. സോ കറക്റ്റ് ടൈറ്റിൽ എന്താണ്? എ ഡോൾസ് ഹൗസ്. സോ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മറ്റ് പ്ലേസിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സിനെ കൂടി ഒന്ന് നോക്കാം. ഹെൻറിക് ഇബ്സന്റെ മറ്റ് പ്ലേസ് ആണ് ഗോസ്, പിയർ ഗിന്റ്, പില്ലേഴ്സ് ഓഫ് സൊസൈറ്റി. ഗോസ്റ്റിൽ വരുന്ന മെയിൻ ക്യാരക്ടറാണ് മിസ്സിസ് ഹെലൻ ഓൾവിങ്. പിയർ ഗിൻറ്റിൽ വരുന്ന മെയിൻ ക്യാരക്ടറാണ് പിയർ ഗിൻ. പില്ലേഴ്സ് ഓഫ് സൊസൈറ്റിയിലെ മെയിൻ ക്യാരക്ടറാണ് കാസ്റ്റൻ ബെർണിക്. ജോർജ് പീൽ, തോമസ് നാഷ് ആൻഡ് ജോൺ ലില്ലി വെയർ. ഓപ്ഷൻസ്: കവലിയർ പോയറ്റ്സ്, യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ഓക്സ്ഫോർഡ് റിഫോമേഴ്സ്, ജക്കോബിയൻ പോയറ്റ്സ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, യൂണിവേഴ്സിറ്റി വിറ്റ്സ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന ടേം കോയിൻ ചെയ്യുന്നത് ജോർജ് സെയിൻസ്ബറി ആണ്. ഏത് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്? ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള 16th സെഞ്ച്വറി ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്സിൻ്റെയും പാംഫ്ലെറ്റിയേഴ്സിൻ്റെയും ഗ്രൂപ്പിന് പറയുന്നതാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന ടേം കോയിൻ ചെയ്തത് ജോർജ് സെയിൻസ്ബറി ആണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ് ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്. ആരൊക്കെയാണ്? ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ് ജോൺ ലില്ലി, തോമസ് ലോഡ്ജ്, ജോർജ് പീൽ. എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാതെ തന്നെ യൂണിവേഴ്സിറ്റി വിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് തോമസ് കിഡ്. സോ ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്? ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, ജോൺ ലില്ലി, തോമസ് ലോഡ്ജ്, ജോർജ് പീൽ, തോമസ് കിഡ്. കവലിയർ പോയറ്റ്സ്. ഇംഗ്ലീഷ് സിവിൽ വാർ ടൈമിൽ പാർലമെൻറ്റിനെതിരായി നിന്നുകൊണ്ട് എരിസ്റ്റോക്രസിയെയും കിങ് ചാൾസ് ഫസ്റ്റിനെയും സപ്പോർട്ട് ചെയ്ത 17th സെഞ്ച്വറി ഇംഗ്ലീഷ് പോയറ്റ്സിൻ്റെ ഗ്രൂപ്പിന് പറയുന്നതാണ് കവലിയർ പോയറ്റ്സ്. സോ ഈ ഒരു ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്തത് കിങ് ചാൾസ് ഫസ്റ്റിനെയാണ്. എരിസ്റ്റോക്രസിയെ സപ്പോർട്ട് ചെയ്ത ഗ്രൂപ്പാണ് കവലിയർ പോയറ്റ്സ്. ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന പോയറ്റ്സ് ആണ് റോബർട്ട് ഹെറിക്, തോമസ് കാര്യൂ, റിച്ചാർഡ് ലവ്ലീസ് ആൻഡ് സർ ജോൺ സക്ലിംഗ്. സോ 17th സെഞ്ച്വറിയിൽ ഇംഗ്ലീഷ് പോയറ്റ്സ് ആണ് കവലിയർ പോയറ്റ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി വിറ്റ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് ലേറ്റ് 16th സെഞ്ച്വറിയിലുള്ള ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്സ് ആൻഡ് പാംഫ്ലെറ്റിയേഴ്സ് ആണ്. സോ ഒന്ന് 17th സെഞ്ച്വറിയും ഒന്ന് ലേറ്റ് 16th സെഞ്ച്വറിയാണ്. സോ ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സിൻ്റെയും കവലിയർ പോയറ്റ്സിൻ്റെയും ഗ്രൂപ്പിൽ വരുന്നത് എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേപ്പ് ഓഫ് ദ ലോക്ക് satirizes the cutting off of the lock of Emilia, Maria, Candida, Belinda. And the answer is option D, Belinda. The Rape of the Lock എഴുതിയിരിക്കുന്നത് അലക്സാണ്ടർ പോപ്പാണ്. ഇതൊരു മോക്ക് എപ്പിക് പോമാണ്. The novel that presents the bleak side of totalitarianism is options: Dubliners, A Handful of Dust, Brave New World, 1984. The novel that presents a bleak side of totalitarianism is George Orwell's 1984.
സോ ഓപ്ഷൻ ഡി 1984 ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Far-fetched images and conceits are features of romantic poetry, Victorian poetry, metaphysical poetry and restoration poetry. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് പോയട്രിയുടെ ഫീച്ചേഴ്സ് ആണ് ഫാർ-ഫെച്ച്ഡ് ഇമേജസ് ആൻഡ് കൺസീറ്റ്സ്? ആൻസർ ഈസ് ഓപ്ഷൻ സി മെറ്റാഫിസിക്കൽ പോയട്രി. മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫാർ-ഫെച്ച്ഡ് ഇമേജസ് ആൻഡ് കൺസീറ്റ്സ്. മെറ്റാഫിസിക്കൽ പോയട്രി എന്ന ടേം കോയിൻ ചെയ്യുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. ഡോക്ടർ സാമുവൽ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ലൈവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന പുസ്തകത്തിലാണ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന ടേം കോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടേമിലൂടെ ഇദ്ദേഹം റെഫർ ചെയ്യുന്നത് 17th സെഞ്ച്വറി ഇംഗ്ലീഷ് പോയറ്റ്സിൻ്റെ ഗ്രൂപ്പിനെയാണ്. ഈ ഒരു ഇംഗ്ലീഷ് പോയറ്റ്സിൻ്റെ പോയട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫാർ-ഫെച്ച്ഡ് ഇമേജസ് ആൻഡ് കൺസീറ്റ്സ്. സോ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന പോയറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാർവൽ, എബ്രഹാം കൗലി, റിച്ചാർഡ് ക്രാഷ, ഹെൻറി വോൺ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാർവൽ, എബ്രഹാം കൗലി, റിച്ചാർഡ് ക്രാഷ, ഹെൻറി വോൺ. സോ ഇത്രയും പേരെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ. വെയിറ്റിംഗ് ഫോർ ഗോഡോ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻസ് എപ്പിക് ഡ്രാമ, സെൻറ്റിമെൻ്റൽ കോമഡി, ട്രാജഡി, എബ്സേർഡ് ഡ്രാമ. സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എബ്സേർഡ് ഡ്രാമ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി എബ്സേർഡ് ഡ്രാമ. The Ministry of Utmost Happiness is a work by options Shashi Tharoor, Arundhati Roy, Anita Nair, Amitav Ghosh. ആരുടെ വർക്കാണ് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ വർക്കാണ് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. എയ്ത്ത് ക്വസ്റ്റ്യൻ. ഹൂ റോട്ട് ദ ലൈൻസ് His little nameless unremembered acts of kindness and love? Options Wordsworth, Coleridge, Shelley, Byron. Answer is option A Wordsworth. വേർഡ്സ്വർത്തിൻ്റെ ടിൻഡേൺ ആബിയിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈനാണ് ഹിസ് ലിറ്റിൽ നെയിംലെസ് അൺറിമെമ്പേർഡ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് ലവ്. Which of the following poems is written by Kamala Das? Coromandel Fishers, My Grandmother's House, Our Casuarina Tree, Night of the Scorpion. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കമലാദാസ് എഴുതിയിരിക്കുന്ന കവിത ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എഴുതിയിരിക്കുന്നത് കമലാദാസ് ആണ്. കോറമാൻഡൽ ഫിഷേഴ്സ് എഴുതിയത് സരോജിനി നായിഡു ആണ്. അവർ കാഷുറിന ട്രീ ഈസ് റിട്ടൺ ബൈ തോറു ദത്ത്. നിസീം എസേക്കൽ ആണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എഴുതിയിരിക്കുന്നത്. Which of the poets suffered from blindness and wrote a sonnet on blindness? John Dryden, Ezra Pound, Byron, John Milton. അന്ധത അനുഭവിക്കുകയും ആ ഒരു ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് സോണറ്റ് എഴുതുകയും ചെയ്ത പോയറ്റ് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ജോൺ മിൽട്ടൺ. അദ്ദേഹം എഴുതിയ സോണറ്റ് ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. Adonis is an elegy that mourns the death of Shelley, Alfred Tennyson, Arthur Hallam, John Keats. Answer is option D, John Keats. Adonis P.B. Shelley എഴുതിയിട്ടുള്ള ഒരു എലിജിയാണ്. Most of the novels of R.K. Narayan is set in Malgudi, Karakurushi, Wessex, Aymanam. ആൻസർ ഈസ് ഓപ്ഷൻ എ മാൽഗുഡി. ആരുടെ കൂടുതൽ നോവൽസിലാണ് വെസെക്സ് സെറ്റിംഗ് ആയിട്ട് വന്നത് എന്ന ചോദ്യം വന്നാൽ ആൻസർ എന്താണ്? തോമസ് ഹാർഡിയാണ്. ദ തിയറി ഓഫ് എപ്പിക് തിയേറ്റർ വാസ് ഡെവലപ്ഡ് ബൈ സാമുവൽ ബെക്കറ്റ്, ബെർട്ടോൾഡ് ബ്രെക്റ്റ്, J.M. Sinch, Bernard Shaw. Who developed the theory of epic theatre? Answer is option B, Bertolt Brecht. The novelist who created the characters Tom Sawyer and Huckleberry Finn. Mark Twain, James Joyce,
ഡാനിയൽ ഡീഫോ, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഏത് നോവലിസ്റ്റിൻ്റെ സൃഷ്ടിയാണ് ടോം സോയർ ആൻഡ് ഹക്കിൾബറി ഫിൻ? ആൻസർ ഈസ് മാർക്ക് ട്വെയിൻ. Desdemona is character in a work by Alexander Dumas, Leo Tolstoy, P.B. Shelley, William Shakespeare. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ആരുടെ വർക്കിൽ വരുന്ന ക്യാരക്ടറാണ് ഡെസ്ഡെമോന? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന വർക്കിൽ വരുന്ന കഥാപാത്രമാണ് ഡെസ്ഡെമോന. The Mistakes of a Night is another title of The School for Scandal, The Rivals, She Stoops to Conquer, Arms and the Man. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് വർക്കിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിലാണ് ദ മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ്? ആൻസർ ഈസ് ഷീ സ്റ്റൂപ്സ് ടു കോൺകർ ബൈ ഒലിവർ ഗോൾഡ്സ്മിത്ത്. ഒലിവർ ഗോൾഡ്സ്മിത്തിൻ്റെ പ്ലേ ആയിട്ടുള്ള ഷീ സ്റ്റൂപ്സ് ടു കോൺകറിൻ്റെ മറ്റൊരു ടൈറ്റിലാണ് ദ മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ദ സ്കൂൾ ഫോർ സ്കാൻഡൽ, ദ റൈവൽസ്, ഇത് രണ്ടും എഴുതിയിരിക്കുന്നത് R.B. ഷെറിഡൻ ആണ്. ബെർണാഡ് ഷായാണ് ആംസ് ആൻഡ് ദ മാൻ എഴുതിയിരിക്കുന്നത്. ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലവ്, കംപ്ലീറ്റ് ദ കോട്ട്, പ്ലേ ഓൺ, സിംഗ് അലോൺ, ലിവ് അനദർ ഡേ, ലവ് ദിസ് സോങ് ഓഫ് മൈൻ. ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്ലേ ഓൺ. ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലവ്, പ്ലേ ഓൺ. ഈ ഒരു കോട്ട് എടുത്തിരിക്കുന്നത് ഷേക്സ്പിയറുടെ പ്ലേ ആയിട്ടുള്ള 12th നൈറ്റിൽ നിന്നാണ്. ഡ്യൂക്ക് ഒർസീനോ ആണ് ഈ ഒരു ലൈൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോം ബൈ W.B. Yeats. ഓപ്ഷൻസ്: ഈസ്റ്റർ 1913, ഈസ്റ്റർ 1960, ഈസ്റ്റർ 1980, ഈസ്റ്റർ 1919. ഓപ്ഷൻസ് ഇവിടെ കൺഫ്യൂസിംഗ് ആക്കുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി, ഈസ്റ്റർ 1916. ഈസ്റ്റർ 1916 ആണ് W.B. Yeats എഴുതിയിട്ടുള്ള കവിത. ദി ഓഥർ ഓഫ് An Apology for Poetry ഈസ് ഫിലിപ്പ് സിഡ്നി, P.B. ഷെല്ലി, S.T. കോൾറിഡ്ജ്, മാത്യു ആർണോൾഡ്. ആരാണ് An Apology for Poetry എഴുതിയത്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫിലിപ്പ് സിഡ്നി. An Apology for Poetryയുടെ മറ്റൊരു ടൈറ്റിലാണ് ദ ഡിഫെൻസ് ഓഫ് പോയസി. സ്റ്റീഫൻ ഗോസന്റെ പുസ്തകമായിട്ടുള്ള സ്കൂൾ ഓഫ് എബ്യൂസിനൊരു റെസ്പോൺസ് ആയിട്ടാണ് സിഡ്നി An Apology for Poetry എഴുതിയിരിക്കുന്നത്. Because I could not stop for death, the next line says, he sternly looked at me, he wrote me out a speeding ticket, he kindly stopped for me, he warned, you will regret it, my dear. Answer is option C, he kindly stopped for me. എമിലി ഡിക്കിൻസന്റെ ദ ചാരിയറ്റ് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈനാണ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഹി കൈൻഡ്ലി സ്റ്റോപ്ഡ് ഫോർ മീ. എ പോം ബൈ ഡിലൻ തോമസ്. ഓപ്ഷൻസ്: ഐ ലൈക്ക് ഇറ്റ് ഹിയർ, പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് ഡോഗ്, ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്, ലോങ് ഡേയ്സ് ജേർണി ഇൻ ടു നൈറ്റ്. ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ ഡിലൻ തോമസ് എഴുതിയിട്ടുള്ള കവിത ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി, പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് ഡോഗ് എന്നത് ഡിലൻ തോമസിൻ്റെ ഒരു പുസ്തകമാണ്. എന്നാൽ എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ജെയിംസ് ജോയ്സ് ആണ്. ദ ക്യാരക്ടർ ഹൂ ആസ്ക്സ് ഫോർ മോർ. ഓപ്ഷൻസ്: ടോം സോയർ, ഹക്കിൾബറി ഫിൻ, Uncle Tom, Oliver Twist. Answer is option D, Oliver Twist. The Vicar of Wakefield is a poem, play, essay, novel. ഒലിവർ ഗോൾഡ്സ്മിത്തിൻ്റെ ദ വിഗർ ഓഫ് വേക്ക്ഫീൽഡ് ഒരു നോവലാണ്. ഈ ഒരു നോവലിൽ വരുന്ന പ്രൊട്ടാഗണിസ്റ്റ് ആണ് ഡോക്ടർ പ്രിംറോസ്. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ്: എഡ്ലർ, ബ്ലൂം, ചോംസ്കി, ഡെറിഡ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ചോംസ്കി. ചോംസ്കിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. എ വർക്ക് ബൈ ഗിരീഷ് കർണാഡ്. ഓപ്ഷൻസ്: സംസ്കാര, തുഗ്ലക്, ക്രൈ ദ പീകോക്ക്, സൈലൻസ്, ദ കോർട്ട് ഈസ് ഇൻ സെഷൻ. ഗിരീഷ് കർണാഡ് എഴുതിയ വർക്ക് ഏതാണ്?
ആൻസർ ഈസ് ഓപ്ഷൻ ബി തുഗ്ലക്. ഗിരീഷ് കർണാഡ് എഴുതിയിട്ടുള്ള വർക്കാണ് തുഗ്ലക്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് പ്ലേസിൻ്റെ ടൈറ്റിൽ കൂടി ഒന്ന് നോക്കാം. ഹയാവദന, യയാതി, നാഗമണ്ഡല, ദ ഡ്രീംസ് ഓഫ് ടിപ്പു സുൽത്താൻ, ഫയർ ആൻഡ് ദ റെയിൻ, ബലി ദ സാക്രിഫൈസ്, ടെയിൽ ഡണ്ട, ക്രോസിംഗ് ടു തലേക്കോട്ട. ക്രോസിംഗ് ടു തലേക്കോട്ട ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്ലേ ആണ്. സോ ഏതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്ലേസ്? ഹയാവദന, യയാതി, നാഗമണ്ഡല, ദ ഡ്രീംസ് ഓഫ് ടിപ്പു സുൽത്താൻ, ഫയർ ആൻഡ് ദ റെയിൻ, ബലി ദ സാക്രിഫൈസ്, ടെയിൽ ദണ്ട, ക്രോസിംഗ് ടു തലേക്കോട്ട. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.